ക്രോഷേ ബേസിക് സ്റ്റിച്ചസ് സീരീസ് പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എങ്ങനെ സിംഗിൾ ക്രോഷേ ചെയ്യാമെന്നാണ്. അതിൻ്റെ കൂടെ ചെയിനും ഉണ്ട്. ചെയിനും സ്ലിപ്പ് നോട്ടും നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നുണ്ട്, എന്നാലും കുറേ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാവേ. ആദ്യം നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ എടുക്കുക, എന്നിട്ട് ഒരു ലോങ് ടെയിൽ വിടുക, എന്നിട്ട് അത് തമ്പ് വെച്ച് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് അത് വിരലിൻ്റെ ചുറ്റും ചുറ്റിച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ വിരലിൻ്റെ ബാക്കിൽ ഒരു സർക്കിൾ പോലെ ഫോം ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കിംഗ് യാൺ എടുക്കുക, എന്നിട്ട് അതിലോട്ട് കയറ്റി കൊടുക്കുക. അപ്പോൾ ഒരു ലൂപ്പ് പോലെ നമുക്ക് കിട്ടും. എന്നിട്ട് അത് പതുക്കെ നമ്മുടെ വിരലിൽ നൂരിയിട്ട് ആ ചെറിയ ടെയിൽ പിടിച്ച് ഒന്ന് പുള്ള് ചെയ്യുക, അതായത് വലിക്കുക. അപ്പോൾ കണ്ടില്ലേ, അതുപോലെ വലിക്കുക. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ അത് ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ എടുക്കുക, യാണ് ലോങ് ടെയിൽ വിടുക, എന്നിട്ട് തമ്പ് വെച്ച് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ വിരലിൻ്റെ ബാക്കിൽ ഒരു റിംഗ് പോലെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ വർക്കിംഗ് യാൺ എടുത്ത് അതിലോട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ലൂപ്പ് പോലെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ പതുക്കെ അതങ്ങ് അഴിച്ചെടുക്കുക, എന്നിട്ട് ആ ചെറിയ ഷോർട്ട് ടെയിലെടുത്ത് പുള്ള് ചെയ്യുക, അതായത് വലിക്കുക. അപ്പോൾ അതാ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നെങ്കിൽ ചെയിനോ അല്ലെങ്കിൽ മാജിക് സർക്കിളോ വേണം. ഇപ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടാണ് നമ്മൾ ചെയിൻ ചെയ്യുവാണേ. അപ്പോൾ ചെയിൻ ചെയ്യാനായിട്ടും അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ കാണാത്തവരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ യാൺ ഓവർ ദെൻ പുൾ ത്രൂ. ഈ യാൺ ഓവർ എന്ന് പറയുന്നത് യാണിൻ്റെ ബാക്കിൽ കൂടെ ഹുക്ക് കൊണ്ടുവരുന്നതിനാണ് യാൺ ഓവർ എന്ന് പറയുന്നത്. പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൂടെ വലിക്കുന്നതിനെയും. ഇതുപോലെ നമുക്ക് 20 ചെയിൻ ഇടണം കേട്ടോ. ഇപ്പം ഞാൻ 4 എണ്ണം ഇട്ടു, ഇനി നമുക്ക് 16 എണ്ണം വേണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 16 എണ്ണം ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ടോട്ടൽ 20 എണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എപ്പോൾ സിംഗിൾ ക്രോഷേ ചെയ്യാനാണെങ്കിലും ഒരു ചെയിൻ എക്സ്ട്രാ ഇടുക, ഒരു നീളത്തിന് ഹൈറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോവാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇത് ഫസ്റ്റ് ചെയിൻ, ദെൻ സെക്കൻഡ് ചെയിൻ. കണ്ടില്ലേ, ഇത് രണ്ടുമാണ്, ഇങ്ങനെയാണ്. ഇനി നമ്മൾ സെക്കൻഡ് ചെയിനിലോട്ട് നമ്മുടെ ഹുക്ക് കയറ്റുക, എന്നിട്ട് യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് പതുക്കെ അതിൻ്റെ അകത്തോടെ എടുക്കുക, ആ ചെയിനിൻ്റെ അകത്തോടെ. അപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് കാണും. ആ യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്പിൽ കൂടെ അത് പുറത്തെടുക്കുക. കണ്ടില്ലേ, ഞാനിപ്പോൾ കാണിക്കുന്നില്ല, ആ 2 ലൂപ്പിൽ കൂടെയും പുറത്തെടുത്തു. ഇപ്പം നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ കിട്ടി കേട്ടോ. ഇത് സെയിം തിങ് ആണ് നമ്മൾ അടുത്തതിലും ചെയ്യുന്നത്, എല്ലാത്തിലും അങ്ങനെയാണ് കേട്ടോ. ഇനി ആ 3rd സ്റ്റിച്ചിലോട്ട് നമ്മുടെ ഹുക്ക് കയറ്റുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ അതിൻ്റെ അകത്തോടെ എടുക്കുക. എന്നിട്ട് അപ്പോൾ നമുക്ക് ഹുക്കിൽ നമ്മുടെ 2 ലൂപ്സ് കാണും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഗെയിൻ യാൺ ഓവർ, എന്നിട്ട് ആ 2 ലൂപ്സിൽ കൂടെയും പുറത്തെടുക്കുക. ഇപ്പോൾ നമുക്ക് 2 സിംഗിൾ ക്രോഷേ ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇനി നമ്മുടെ 3rd സിംഗിൾ ക്രോഷേ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് അടുത്തത് 4th സ്റ്റിച്ചിലോട്ട് നമ്മൾ നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട, അപ്പം ഹുക്കിൽ 2 ലൂപ്പ് കാണും, ആ 2 ലൂപ്പിൽ കൂടെ പുറത്തെടുക്കുക. യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിൽ കൂടെ പുറത്തെടുക്കുക. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ കറക്റ്റായിട്ട് എണ്ണിട്ടില്ല, ഐ തിങ്ക് 3-4 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ. അപ്പോൾ 2 ലൂപ്പ് കാണും നമ്മുടെ ഹുക്കിൽ, പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ദ 2 ലൂപ്സ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം 5-4 ആയി കാണും കേട്ടോ. ഇനി ഞാൻ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ നെക്സ്റ്റ് ചെയിനിലോട്ട് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അത് കുറച്ച് പാടായിരിക്കും, ചെയിൻ ടൈറ്റ് ആണെങ്കിൽ. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് യാൺ ഓവർ ചെയ്യുക, അതിൻ്റെ അകത്തൂടെ പുൾ ത്രൂ. അപ്പോൾ 2 ലൂപ്പ് കാണും, എഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ ദ 2 ലൂപ്സ്. എന്നിട്ട് നിങ്ങൾ ബാക്കി വീഡിയോ പോസ് ചെയ്തിട്ട് തനിയെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ 20 സിംഗിൾ ക്രോഷേസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും മിസ്റ്റേക്സും എല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ അഴിച്ചിട്ട് ചെയ്യുക. പിന്നെ ബിഗിനർ ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.